കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 24-ാമത്തെ മെസ്സേജിൻ്റെ പാർട്ട് 1 ആണ് വായിക്കുന്നത്. എതിർ ക്രിസ്തു തീർച്ചയായും ഒരു മനുഷ്യൻ തന്നെ. എന്നാൽ സർവ്വലോകത്തിൻ്റെ മേലും സാർവത്രികമായ അധികാരം തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുവാൻ തക്കവിധം അഹങ്കാരിയുമാണവൻ. താൻ ദൈവമെന്ന് വിളിക്കപ്പെടണം എന്നുപോലും അവൻ ആവശ്യപ്പെടും. അതുകൊണ്ട് അവൻ ഈ ലോകത്തുള്ള രാജ്യങ്ങളെയെല്ലാം ആയുധസമേതരായി ഒരുമിച്ച് കൂട്ടും. തൻ്റെ ധനവും പ്രതാപവും കൊണ്ട് അവൻ ജനതകളെയും രാഷ്ട്രങ്ങളെയും വശീകരിക്കും. ഭൗതികവാദം എല്ലാവരെയും കീഴടക്കും. അതുവഴി മനുഷ്യൻ പാപം ചെയ്യുകയും പാപത്തിൻ്റെ ഫലമായി ദുരന്തം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ ഭൗതിക വസ്തുക്കളെയും നിസ്സാരമായി കരുതുകയും വെറുക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗീയമായവയ്ക്കായി ആഗ്രഹിക്കുക. ഈ ലോകത്തിലെ വസ്തുക്കൾ മായയും പൊള്ളയുമാണെന്നും എന്നാൽ സ്വർഗീയ വസ്തുക്കൾ നിത്യമാണെന്നും ഓർത്തിരിക്കുക. ഞാനാണ് നീതി സൂര്യൻ. അതുകൊണ്ട് അവർ എന്നെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ നിഷേധിക്കുകയും അവരെ ഒറ്റിക്കൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അതിന് കാരണം പണവും സമ്പത്തും പദവികളും ബഹുമതികളുമത്രേ. തീർച്ചയായും സൂര്യനിൽ വലിയ അടയാളങ്ങൾ സംഭവിക്കും. 3 ദിവസത്തേക്ക് ലോകം മുഴുവൻ അന്ധകാരത്തിലായിരിക്കും. അതിനു മുൻപായി സൂര്യൻ വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് കിഴക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കും ചാഞ്ചാടുന്നത് നിങ്ങൾ കാണും. ഈ പ്രതിഭാസം കാണുമ്പോൾ എല്ലാവരും ഞെട്ടിവിറയ്ക്കും. എങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഫറവോയുടെ ഹൃദയം പോലെ അടഞ്ഞു തന്നെ കിടക്കും. എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടും എത്രയോ അടയാളങ്ങൾ കൊടുത്തിട്ടും അവർ തങ്ങളുടെ മർക്കടമുഷ്ടിയിൽ തന്നെ തുടരുന്നുവെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ സൂര്യൻ രക്തവർണ്ണമായി പ്രത്യക്ഷപ്പെടും. ഇതെല്ലാം ഉടനെ തന്നെ സംഭവിക്കാനിരിക്കുന്നു. ഇപ്പോൾ മനുഷ്യർ പണത്തെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പണമാണ് അവരെ നിയന്ത്രിക്കുന്നത്. പണം ഹേതുവായി അനേകർക്ക് തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. എല്ലാ നാശത്തിൻ്റെയും മൂലകാരണം പണമത്രേ.